ഇന്ത്യ അലയൻസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിലെല്ലാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ കണ്ണടക്കുന്ന ഈ സർക്കാരിനെതിരെയൊക്കെ സ്ത്രീകൾ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മറുപടി തന്നെ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കേരളത്തിലെ ബഡ്ജറ്റിനെ കുറിച്ച്, സ്ത്രീ സൗഹൃദമല്ലാത്ത ജനവിരുദ്ധ ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചത്. ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്ത് കാര്യമാണ് KN ബാലഗോപാൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒരു കാര്യവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിനോ ഉന്നമനത്തിനോ ഒരു നിർദ്ദേശവും ഇന്നലത്തെ ബഡ്ജറ്റിൽ കാണുന്നില്ല. സ്ത്രീ പീഡന കേസുകൾ തീർപ്പാക്കുന്നതിന് അതിവേഗ കോടതികൾ എന്ന നിർദ്ദേശം പരിഗണിക്കപ്പെട്ടിട്ടില്ല. സിൽവർ ലൈൻ പിൻവലിക്കില്ല എന്നുള്ള തീരുമാനം അത് സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം ഇത് ഒരു സ്ത്രീ വിരുദ്ധ പദ്ധതിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുകയുള്ളൂ. അത് നടപ്പാക്കണം എന്ന വാശി ഈ ഗവൺമെൻറ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകും എന്ന് അവകാശപ്പെടുന്നതല്ലാതെ അതേത് വിധേന നൽകും അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക മാർഗരൂപമോ ഒന്നും പറയുന്നില്ല. അതിന് പ്രത്യേക പദ്ധതികളും ഇന്നലത്തെ ബഡ്ജറ്റിൽ പറയുന്നില്ല. വയോജനങ്ങളായ സ്ത്രീകൾക്കെങ്കിലും പെൻഷൻ അതിന് സർക്കാർ അത് ഉയർത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിൻ്റെ അഭിപ്രായം. പക്ഷേ ഈ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ പോലും നേരെ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സർക്കാർ ഇനിയും ധൂർത്ത് തുടരുമെന്നതിൻ്റെ പ്രഖ്യാപനമാണ് കേരളീയത്തിന് പണം നീക്കിവെച്ചിട്ടുള്ളത്. നവകേരളത്തിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് പകരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 1000 കോടി വരെ എന്ന നിർദ്ദേശം പ്രായോഗികമല്ല. സർക്കാരിൻ്റെയും ധനമന്ത്രിയുടെയും ദയനീയതയാണ് വിളിച്ചു പറയുന്നതായിരുന്നു ഇന്നലത്തെ ബഡ്ജറ്റ്. സൂര്യോദയമല്ല, ഇരുണ്ട നാളുകളാണ് കേരളത്തിന് ഈ ബഡ്ജറ്റ് വഴി KN ബാലഗോപാലും ഈ ഗവൺമെൻറ്റും സമ്മാനിക്കുന്നത് എന്നാണ് മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത്. സ്ത്രീകൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടായിരിക്കുമല്ലോ പരിഗണന. നമ്മൾ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കേണ്ടത്? ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടരും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത്? അതൊന്നും ചെയ്യാതെ സിൽവർ ലൈൻ പോലെയുള്ള എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ് എന്ന ഏറ്റവും പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മുടെ തകർക്കുമെന്നുള്ളതെല്ലാം നിൽക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതിക്ക് പോകുന്നത് 50% കൂടുതൽ സ്ത്രീകളുള്ളൊരു സംസ്ഥാനത്ത് അത് സ്ത്രീ വിരുദ്ധമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.